അങ്ങനെ വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനും സർപ്രൈസ് ചെയ്യാനും പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മിൽക്ക് ആൻഡ് സ്ട്രോബെറി പുഡിംഗ്. വ്യത്യസ്തമായ ഈ ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് വലിയൊരു സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്ത് അതിൻ്റെ ആ ബ്രൗൺ സൈഡുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു വലിയ ബ്രെഡാണ്. നിങ്ങളുടെ അടുത്ത് ഒരു നോർമൽ സൈസ് ബ്രെഡാണെങ്കിൽ ഒരു 1.5 കഷ്ണത്തോളം എടുക്കണം. സൈഡ് മുറിച്ചതിന് ശേഷം ഇതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കൊരു മിക്സിയിലിടാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അഗർ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1.5 കപ്പ് ഹോൾ മിൽക്ക്, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. കാരണം അത് അടി പിടിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇതിൽ അഗർ ഉള്ളത് കാരണം നമ്മൾ അത് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു തള വന്ന ഉടനെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റുകയും വേണം. ഇനിയിപ്പോൾ നിങ്ങൾ അഗറല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജലറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഏതാന്ന് വെച്ചാൽ ഈ 1.5 കപ്പ് പാലിൻ്റെ ഒരു കണക്കിൽ നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഇത് ഓൾമോസ്റ്റ് തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് ഞാനൊരു 5 ഇഞ്ച് ഒരു പാത്രം എടുത്തിട്ട് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്ട്രോബെറി ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കി വെച്ചു. നടുക്കും സൈഡിലൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അലങ്കരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ്ചറിൽ ഇപ്പോൾ കുറച്ച് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സ്ചറിനെ നമ്മുടെ ആ പാത്രത്തിൽ സ്ട്രോബെറി സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഈ ഭയങ്കരമായ ചൂട് കുറഞ്ഞ ഉടനെ നമുക്കത് മാറ്റാം. അതായത് റൂം ടെമ്പറേച്ചർ ആവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. കാരണം വല്ലാതെ തണിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടയായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുവിധം ഇളം ചൂടുള്ളപ്പോൾ തന്നെ ഈ പാത്രത്തിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പാത്രത്തോടെ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിക്കരുത്. ഒരു ചെറിയ സ്പൂണ് വെച്ചിട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറി അറേഞ്ച് ചെയ്ത് വെച്ചതൊക്കെ ചിലപ്പം ആകെ അലങ്കോലമായി പോകും. അപ്പം ഞാൻ ഈ ഒഴിക്കണ പോലെ വളരെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. സ്ട്രോബെറി ഒന്നും വീണ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അളവുള്ള പാത്രത്തിൽ ഈ മിക്സ്ചർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചർ ആവുന്നവരെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം അലൂമിനിയം ഫോയിലോ ഒരു മൂടിയോ എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിലിരുന്ന് നല്ലോണം സെറ്റായിട്ടുണ്ട്. നമ്മളത് തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ കാരമൽ കസ്റ്റർഡൊക്കെ ചെയ്യുന്ന പോലെ തിരിച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. നമ്മുടെ വളരെ യുണീക്കായിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പുതിനയിലയൊക്കെ വെച്ച് ഒന്ന് സുന്ദരിയാക്കിയതാണ് അതിനെ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, വളരെ സോഫ്റ്റും സ്മൂത്തുമായ ഒരു പുഡിങ്ങാണ്. നമ്മുടെ നാട്ടിലെ ഇളനീർ പുഡിങ്ങിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ വാലന്റൈൻസ് ഡേക്കോ അല്ലാതെയോ ഈ പുഡിംഗ് ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയതെന്ന് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.